പോളനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്. ഇവളെ യേശുക്രിസ്തു തങ്ങിനെ കാട്ടി വലിയ കുരിശ. ആ നാടോടിക്കാറ്റ് അല്ല പണം എനിക്കൊരു പ്രശ്നമല്ല. ഇത് തന്നെ വന്നോണ്ടിരിക്കണേ. മുകേഷ് അല്ല, മുകേഷ് പോ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? അമ്മ വീട്ടിലാണ്. ഫുഡ് എന്താ കഴിച്ചത്? നാളെ ഡാൻസ് ഉണ്ട്. എന്നാ വരുന്നത്? എനിക്ക് തളരരുത് രാമൻകുട്ടി, തളരരുത്. മമ്മൂക്കൊക്കെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്ത് തന്നുകൊണ്ട് കുറച്ചുകൂടി കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റി. അണ്ണാര കണ്ണാവ പൂവാല ചെങ്ങാത്തം കൂടാൻ വാ, അണ്ണാര കണ്ണാവ പൂവാല ചെങ്ങാത്തം കൂടാൻ വാ. നടേശ കൊല്ലണ്ട, അത് വലിയ ടാസ്കാണ്. ഞാൻ ഇന്റർവ്യൂ നിർത്താൻ പോകണം. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഏറ്റവും കേട്ട് ആസ്വദിച്ച പാട്ടുകളിലൊന്നാണ് ഭ്രമരത്തിലെ അണ്ണാറ കണ്ണാവ പൂവാല എന്ന ഗാനം. ആ പാട്ടിലെ കൊച്ചു സുന്ദരിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. പക്ഷെ അന്ന് കൊച്ചു സുന്ദരിയായിരുന്നു, ഇപ്പൊ വളർന്നു വലുതായി നായികയായി പുത്തൻ സിനിമയുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മളോടൊപ്പം ഉള്ളത് ജയശ്രീ ശിവദാസ്. വെൽക്കം. താങ്ക് യു. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇടിയൻ ചന്തുവാണ് ഇപ്പോഴത്തെ വിശേഷം. അതെ, റിലീസായി ഇപ്പോൾ തിയേറ്ററുകളിൽ നല്ല റെസ്പോൺസോടുകൂടി പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിശേഷം. ഇടിയൻ ചന്തു എന്ന് പറയുമ്പോൾ നായികയും ഇടിയത്തിയാണ് അല്ലെ? ചെറിയ രീതി. അതെ. അപ്പം ഇടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ? എങ്ങനെയായിരുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ ചെയ്യാത്ത കൈൻഡ് ഓഫ് ഒരു കുറെ എലമെന്റ്സ് ഉള്ള ഒരു ക്യാരക്ടറായിരുന്നു. ടീന എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പോൾ കരാട്ടക്കാരിയാണ്. അപ്പോൾ അതിനുവേണ്ടി കരാട്ടെ ട്രെയിൻ ചെയ്തു ചെറിയ രീതിയിൽ. ഒരു ചെറിയ സീക്വൻസ് ആണ് അതിൽ കാണിക്കുന്നുള്ളൂ. എന്നാലും അപ്പൊ ആ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടും കാണുമ്പോൾ തോന്നണല്ലോ, അറിയുന്ന കുട്ടിയാണെന്ന് തോന്നണല്ലോ. അപ്പൊ അതിനുവേണ്ടി ചെറിയ ട്രെയിനിങ് ഒക്കെ എടുത്തു. അതൊക്കെ ആയിരുന്നു പ്രിപ്പറേഷൻ. പിന്നെ ഈ ഒരു ടീന എന്ന് പറഞ്ഞ ക്യാരക്ടർ ത്രൂ ഔട്ട് കുറച്ചും കൂടി ലൗഡർ ആയിട്ടുള്ള ക്യാരക്ടറാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരിതും അതുപോലെ ഇപ്പോൾ എന്താ തിയേറ്ററിൽ വന്ന് എങ്ങനെ അത് പ്രേക്ഷകർ സ്വീകരിക്കും എന്നുള്ള ടെൻഷനും അല്ല എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഓക്കെയാണ്. ഈ ഇതിന്റെ ഒക്കെ റെസ്പോൺസ് ലൈവായിട്ട് ഇപ്പൊ തിയേറ്റർ വിസിറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് പോകുന്നുണ്ടല്ലോ. അപ്പം ലൈവായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ എന്താന്ന് തോന്നുന്നത്? അത് ഭയങ്കര സന്തോഷമാണ്. ഞാൻ ആദ്യമായിട്ടാണ് തിയേറ്റർ വിസിറ്റ് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ അവര് തരുന്ന റെസ്പോൺസ് അല്ലെങ്കിൽ അവര് മനസ്സറിഞ്ഞ് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അറിയും. അപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പോൾ കോഴിക്കോട് പോയപ്പോഴാണ് പ്രത്യേകം എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ തോന്നുന്നത്. എന്താ വെച്ചാൽ ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് പ്രത്യേകിച്ച് ഇങ്ങനെ കരാട്ടെ സീക്വൻസിനെ കുറിച്ചും സിനിമേനെ കുറിച്ചും ഇങ്ങനെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം ഇടിയൻ ചന്തുല ആ ഒരു ടീന എന്ന് പറയുന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ഈ കരാട്ടെ പഠിച്ചതെന്ന് പറഞ്ഞു. അതിന് മുന്നേ എന്തെങ്കിലും മാർഷൽ ആർട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല, ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു ബോക്സിംഗ് ഒക്കെ പഠിക്കാൻ. പെട്ടെന്ന് എന്തോ ഒരു സമയത്ത് തോന്നിയിട്ട് ഒരു 1 month ഒക്കെ പോയി. പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു. എന്താ മടി കൊണ്ടാണ്? മടി കൊണ്ട് മീൻസ് സമയം ഞാൻ ഒരു CA ഫേമിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പൊ അതും പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ മടി അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അതങ്ങനെ ഡ്രോപ്പ് ചെയ്തിട്ട് കളഞ്ഞു. അപ്പം ജയശ്രീനെ പറ്റി നോക്കുന്ന സമയത്ത് വാർത്തകളായാലും ഭയങ്കര പഠിപ്പിയാണ് അല്ലേ? അതല്ല ഇപ്പൊ പറഞ്ഞു വരുമ്പോ റിയൽ ലൈഫിലും എന്നൊക്കെ പറയേണ്ട അവസ്ഥയാണ്. രണ്ടിലും പഠിപ്പി എന്നുള്ള ഒരു ടാഗ് ലൈൻ ഉണ്ട്. ചുമ്മാ ഉള്ളതല്ലോ. 1200 മാർക്കൊക്കെ കിട്ടിയതല്ലേ? അപ്പം സിനിമയ്ക്കിടയിലും ഈ ഒരു ഷൂട്ടിംഗ് തിരക്കിന്റെ ഇടയിൽ എങ്ങനെയാണ് ആ ഒരു പഠനം കൂടെ ബാലൻസ് ചെയ്ത് പോണത്? ഷൂട്ടിംഗ് തിരക്ക് എന്ന് പറയുമ്പോൾ ഞാൻ അന്ന് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ചെറുതായിരുന്നു. ഇയർലി ചിലപ്പോൾ ഒരു മൂവിയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക സ്കൂൾ മിസ്സാവും, ക്ലാസ്സസ് മിസ്സാവും എന്നുള്ളതുണ്ട്. പക്ഷെ എക്സാം ടൈം ആവുമ്പോൾ അതിനുവേണ്ടി കുറച്ച് അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ രാത്രി ഇരുന്ന് അങ്ങനെ പഠിക്കുന്ന. ഞാൻ എക്സാം ടൈം ആകുമ്പോൾ ആ ഒരു മാസം ഇപ്പോൾ പ്ലസ് ഇപ്പൊ 1200 മാർക്കിന്റെ കേസ് പറയുകയാണെങ്കിൽ ആ സമയത്ത് +1 +2 മോഡൽ എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരു 1 month ടൈം കുത്തിയിരുന്ന് പഠിച്ച് അതിനുവേണ്ടി പ്രിപ്പയർ അങ്ങനെ ചെയ്തിട്ടുള്ള. എല്ലാവർക്കും പറ്റുന്ന പരിപാടി അല്ല അത്. മീൻസ് 1200 മാർക്കെന്നൊക്കെ പറയുന്നു അതൊരു കഴിവ്. അങ്ങനെയല്ല, അതെന്തോ അങ്ങനെ സംഭവിച്ചു. ആഗ്രഹം ഉണ്ടായിരുന്നു, അതിനുവേണ്ടി കുറച്ച് പ്രിപ്പയർ ചെയ്തു, പഠിച്ചു. അതുള്ളതുകൊണ്ട് സംഭവിച്ചു. പിന്നെ ടീച്ചേഴ്സിന്റെ ക്ലാസ് ഞാൻ ആ ടീച്ചേഴ്സ് അത്രയും നല്ല രീതിയിൽ ക്ലാസ് പറഞ്ഞതുകൊണ്ട് അത് നമുക്ക് മനസ്സിലായി. അങ്ങനെയല്ല, എല്ലാ ഫാക്ടേഴ്സും ഉണ്ട്. ഇപ്പം ഫുൾ ടൈം സിനിമ തന്നെയാണ്. അതെ. അപ്പൊ അതല്ലാതെ എന്തെങ്കിലും ഒരു ഇപ്പൊ സിനിമ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ CMA പാസ് ഔട്ടായി. CMA കോഴ്സ് അത് കഴിഞ്ഞു. CA ഫേമിൽ ട്രെയിനിങ് എടുത്തിരുന്നു. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻസും സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അതുണ്ടായിരുന്നു. അപ്പൊ അതൊരു 3 വർഷത്തെ കോഴ്സ് ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ കഴിഞ്ഞ്
ഇപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഓക്കെ, സിനിമയിലേക്ക് പറയുമ്പോൾ അഭിനയം മാത്രമല്ല ജയശ്രീയുടെ കയ്യിലുള്ളത്, ഡയറക്ഷനും ഉണ്ട്, ഋത്വ അല്ലെ? അപ്പൊ അതിലേക്ക് വരാനുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? ഓക്കെ, ഡയറക്ഷനും ചെയ്ത് കളയാം, എങ്ങനെയായിരുന്നു? അങ്ങനെ ഒരു മോട്ടിവേഷൻ ഒരു മൊമെന്റിൽ തോന്നിയൊരു തോന്നലാണ്. പ്ലാനിൽ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ 3 വർഷം സിനിമയിൽ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മൊമെന്റിൽ പോലും ചിന്തിക്കാൻ പെട്ടെന്ന് വന്നത്. ഞാൻ ഒരു 3 months ഇങ്ങനെ റെസ്റ്റിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയത്താണ് കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടപ്പോൾ, ആ സിനിമ കണ്ട അന്നത്തെ രാത്രിയാണ് ഈ ഒരു ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു തോട്ട് വന്നത്. എങ്ങനെയാണ് സ്ക്രിപ്റ്റിൽ നിന്ന് ഇങ്ങനൊരു മൂവിയിൽ പിന്നെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് അതിൻ്റെ ക്രാഫ്റ്റ്, അങ്ങനെ ആ ചിന്ത അന്നത്തെ രാത്രി ഭയങ്കര ചിന്തകളായിരുന്നു. അപ്പം അങ്ങനെയാണ് എന്നാൽ പിന്നെ എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സൊക്കെ പഠിക്കാം എന്ന് തോന്നി. അതെൻ്റെ ഫ്രണ്ട് ശിവൻ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പുള്ളി അത് ഭയങ്കര സീരിയസ് ആയിട്ട്, എന്നാൽ എൻ്റെ വർക്കിൽ ഒരു ഷോർട്ട് ഫിലിം നെക്സ്റ്റ് അടുത്ത് തന്നെ ചെയ്യുന്നുണ്ടാവും, അതിന് കൂടെ വാ, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് ഒരു പെട്ടെന്ന് തോന്നിയ തോട്ടിൽ സംസാരിച്ചതാ. പുള്ളി തന്ന ഒരു ഇൻപുട്ട്, അങ്ങനെ അത് പിന്നെ അതിങ്ങനെ വളർന്നു. അതിന് ഭയങ്കര റെസ്പോൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് പ്രതീക്ഷേനേക്കാൾ എന്താ പറയുക നന്നായി ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പ്ലാൻ ചെയ്തായിരുന്നു. അത് പിന്നെ അത്യാവശ്യം നല്ല ക്യാൻവാസിൽ ചെയ്യാൻ പറ്റി. മമ്മൂക്കൊക്കെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്ത് തന്നുകൊണ്ട് കുറച്ചുകൂടി കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റി. കുറച്ചും കൂടി വിസിബിലിറ്റി കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു യൂട്യൂബ് പേജിലേക്ക് അപ്ലോഡ് ചെയ്യാം, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതുണ്ടായി. മമ്മൂക്ക കണ്ടിരുന്നു ആൽബം? ആൽബം കണ്ടോന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളി. അയച്ചു കൊടുത്തപ്പോൾ ഞാൻ ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്ത് തന്നു. പിന്നീട് അതിന് ശേഷം ഞാൻ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടൊക്കെ ഉണ്ട് മമ്മൂക്കയുടെ അടുത്ത്. അതൊരു സന്തോഷമുള്ള കാര്യം. അതുപോലെ നമുക്ക് മാത്രമല്ല ഇതുവരെ ഇതുവരെ വർക്ക് ചെയ്ത ഒരുപാട് പേര് എന്നെ അന്ന് ഹെൽപ്പ് ചെയ്തു. റിലീസ് ചെയ്യാനൊക്കെ ആയിട്ടും ഒരുപാട് പേര് പറഞ്ഞ കുറെ പേരുണ്ട്. എന്റെ പോസ്റ്റർ ഞാൻ ആരൊക്കെ റിലീസ് ചെയ്യുന്നുള്ള പോസ്റ്ററിൽ കുറെ ഫേസസ് വെച്ചിട്ടാണ് ഞാൻ അന്ന് ഇട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും ആ ഹെൽപ്പും അല്ലെങ്കിൽ ആ സപ്പോർട്ടും ഒക്കെ കാരണം ഋത്വ നല്ല രീതിയിലേക്ക് അത് എല്ലാവരും. അതിനുശേഷം ഈ ഡയറക്ഷൻ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് എടുത്തു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ മഹാവീരർ എന്ന് പറഞ്ഞ മൂവിയില് ഷൈൻ സാറിന്റെ കൂടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. അതെങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എത്രയും ആർട്ടിസ്റ്റുകളുള്ള ഒരു വർക്കിൽ നമ്മൾ ചെയ്യുമ്പോൾ വേറൊരു പെർസ്പെക്റ്റീവിൽ നമ്മൾ സിനിമേനെ നോക്കി കാണാൻ ഉള്ളൊരു അവസരമായിരുന്നു. സ്ക്രിപ്റ്റിങ് അങ്ങനെ കുറെ കാര്യങ്ങൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ ഇൻപുട്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഡയറക്ഷൻ ആണോ സിനിമ അഭിനയാണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ ഇപ്പത്തെ ഒരു ഇതിൽ എന്ത് പറയും? ബെറ്റർ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കുറച്ചുകൂടി ഈസിനെസ് ജയശ്രീയുടെ ഒരു ഇതിൽ നോക്കുമ്പോ ഈസിനെസ് ഏതാ? അല്ല, ഈസി അല്ല. കുറച്ചുകൂടി പ്രിവിലേജ് ആക്ടിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യാരക്ടറിനെ മാത്രം കുറിച്ച് ആലോചിച്ചാൽ മതി. അത് എളുപ്പമെന്നല്ല, പക്ഷെ ആ ഒരു പോയിന്റിൽ മാത്രം. മറ്റേ ഡയറക്ഷനിലേക്ക് വരുമ്പോൾ എല്ലാ മേഖലയിനെയും കുറിച്ച് ആലോചിക്കണം. അതിനെ കമ്പയർ ചെയ്യാൻ പറ്റില്ല ഒരു തരത്തിലും. പക്ഷെ എങ്ങനെയോ രണ്ടിനോടും ഒരേപോലെ ഇപ്പോൾ ഒരു ഇഷ്ടമുണ്ട്. പിന്നെ സിനിമ അഭിനയം എന്ന് പറയുന്നത് നമുക്ക് വർക്ക് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ക്യാരക്ടർ കിട്ടുന്ന സമയത്ത് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ നമ്മളിപ്പോൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, മറ്റേത് പാരലലി നോക്കുന്നുണ്ട്. ഡയറക്ഷൻ അല്ലാണ്ട് കഥ എഴുതുവോ? അങ്ങനെ സ്വന്തമായിട്ടൊരു കഥ മൊത്തം എഴുതിയിട്ടില്ല. ഇപ്പൊ ഋത്വയുടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു പീസ് എനിക്ക് എഴുതി തരാ ഫ്രണ്ട് ഞാൻ എനിക്ക് തന്നപ്പോൾ കുറച്ച് വാക്കുകളിൽ ഇങ്ങനെ എഴുതി തരാ. ഞാനാണത് സ്ക്രിപ്റ്റിലേക്ക് ആക്കിയത്. ചെറിയ രീതിയിൽ കേട്ടോ, വലിയ സംഭവമായിട്ടൊന്നും പറയല്ല. അങ്ങനെയല്ല, ചെറിയ രീതിയിൽ. അപ്പൊ അങ്ങനെ അത് എനിക്കൊരു കണ്ടന്റ് കിട്ടി അതിനെ പിന്നെയും കൂടി ഡെവലപ്പ് ചെയ്യാനായിട്ട് അന്ന് അത് പറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പ്രോസസ്സിൽ ഇരിക്കുമ്പോഴേ അറിയുള്ളൂ ഇനി എങ്ങനെയൊക്കെ അത് ചെയ്യാൻ പറ്റും. ജയശ്രീയുടെ ഒരു ഇതിന്റെ സിനിമയൊക്കെ വരുമായിരിക്കും. ചെയ്യണം എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇപ്പൊ ജയശ്രീയുടെ ഒരു ഫിലിം കരിയർ എടുത്ത് നോക്കിയാൽ ഞാൻ വളരെ കുട്ടിക്കാലത്താണ് സിനിമയിലേക്ക് വരുന്നത്. സിനിമ എന്താണെന്നോ അതിന്റെ ആ ഒരു എക്സ്പോഷർ എന്താണെന്നോ അറിയാത്ത ആ ഒരു സമയത്താണ് വരുന്നത്. അപ്പം അന്നുള്ള ജയശ്രീനെയും ഇപ്പൊ ഉള്ള ജയശ്രീനെയും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു? പേഴ്സണൽ ജയശ്രീ അതല്ല ഉദ്ദേശിച്ചത്. എന്നെ സംബന്ധിച്ചോളം അന്ന് സിനിമയിൽ അഭിനയിക്കുന്നു എത്തിപ്പെട്ടതാണ്. അപ്പോ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവായിരുന്നു. ഇപ്പൊ നല്ല തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ ഡയറക്ടേഴ്സിന്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നത് വലിയ കാര്യമാണ്. ലോഹിദാസ് സാറിനൊപ്പം കമൽ സാറ്, ബ്ലെസ്സി സാറ്, അങ്ങനെ എന്താ പറയാ വലിയ വലിയ പേരുകളിലൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇന്ന് തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ വലിയ ഭാഗ്യമാണ്. എന്നും അത് ഓർത്തിരിക്കാനും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇപ്പൊ എവിടെ സംസാരിക്കുമ്പോഴും പ്രൗഡായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷെ അന്ന് അത്രത്തോളം അതിന്റെ വാല്യൂ മനസ്സിലാക്കിയിട്ടില്ല. അന്ന് ഒരു ഫ്ലോയിലങ്ങ് വിളിക്കുന്നു, പോയി ചെയ്യുന്നു, എന്താ പറയണേ, ഓക്കെ നടക്കാൻ പറയുന്നു, നടക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്ത് പോയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ
പിന്നെ ഇപ്പൊ ആക്ഷൻ ഹീറോ ബിജുലിക്കൊക്കെ എത്തിയപ്പോഴേക്കും കുറച്ചും കൂടി നമ്മൾ ഇതായിട്ടുണ്ട്. അപ്പോ നമ്മള് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. ഹൈബ്രിഡ് ഷൈൻ സാറിന്റെ കൂടെ നമ്മള് ഇതൊക്കെ അതിനു മുമ്പ് നിഞ്ഞാൻ്റെ ഒക്കെ പടം കഴിഞ്ഞിരിക്കും. നമ്മൾ അങ്ങനത്തെ ഒരു ടീമിന്റെ കൂടെ ഒക്കെ ഒരു പടം വരുന്നുണ്ട് 1983 ശേഷം വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ നമ്മള് പത്രത്തിൽ കണ്ടിരിക്കുന്ന സമയം. അപ്പൊ ആ സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ഒരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ കോള് വരുന്നത്. അപ്പൊ കുറച്ചും കൂടി നമുക്ക് എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നിൽക്കുമ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. അതിന്റെ ഓരോ പ്രോസസ്സിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ്സ് മാറി. സിനിമ മൊത്തത്തില് എൻ്റെ പേഴ്സണൽ തോട്ട്സും നമ്മൾ വളരുമ്പോൾ മാറുമല്ലോ, അതിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അന്ന് ഒരു കുട്ടിയാണ്, ഇന്ന് അതിനെ സീരിയസ് ആയിട്ട് കാണുന്ന, സിനിമേനെ ഇഷ്ടപ്പെടുന്ന, സിനിമയോടുള്ളൊരു ഇഷ്ടം തിരിച്ചറിഞ്ഞ ഒരാളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അന്ന് കുട്ടിക്കാലത്ത് സ്കൂളിലൊക്കെ പോകുമ്പോൾ ഭയങ്കര സെലിബ്രിറ്റി ആ ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സെലിബ്രിറ്റി മൊമെന്റ് ഉണ്ടോ? ക്ലാസ്സിലേക്ക് ചെന്നു സിനിമ നടി വരുന്നു എന്നൊക്കെ അങ്ങനെ വെച്ചാൽ സ്കൂളിൽ നമ്മള് എല്ലാവരും അങ്ങനെ ഒരു സെലിബ്രിറ്റി ആണെന്നുള്ള സംസാരമുണ്ട്. പക്ഷെ അങ്ങനെ വലിയ ഡിഫറൻസ് അല്ലെങ്കിൽ വലിയൊരു സംഭവമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോഴാണ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിലൊക്കെ സിനിമ നടി എന്നൊക്കെ പറയും. അല്ലെങ്കിൽ സിനിമാ നടിയുടെ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ കുറെ കാലം കഴിയുമ്പോൾ പറയില്ല. അന്ന് നമ്മൾ ചെറിയ ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ വലിയ സ്റ്റാർ ആകുമ്പോൾ നമുക്ക് പറയാൻ പറ്റും എന്നൊക്കെ അങ്ങനെ ഡയലോഗ് അങ്ങനത്തെ ഒരു സംസാരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നല്ലത്. ഇപ്പം പണ്ടൊക്കെ സിനിമ ചൂസ് ചെയ്യുന്ന മിക്കവാറും പാരന്റ്സ് ആയിരിക്കും, അവര് ചൂസ് ചെയ്തിട്ട് ചെയ്യാറ്. അങ്ങനെ ചൂസ് ചെയ്യേണ്ടതെന്നല്ല, വിളിക്കുമ്പോ നല്ല ടീമാണ്, നല്ല ക്യാരക്ടർ ആണ് എന്നൊക്കെ തോന്നുമ്പോ പോവാ. നല്ല ക്യാരക്ടർ ആണോന്ന് പോലും നമുക്കറിയില്ല. ഇത്ര ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ ആണെന്ന് അറിഞ്ഞിട്ടല്ല പോകുന്നത്. നല്ല ടീമാന്ന് അറിയുമ്പോ ഓക്കെ പറയാറുള്ളൂ. അതങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ് ഒന്നും അന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ അച്ഛനൊക്കെയാണ് ഇപ്പോഴും കൂടെ നിൽക്കാറ്. ഇപ്പൊ അച്ഛനെ വിളിക്കും, എന്റെ അടുത്തും ചോദിക്കും, മുഷിയെല്ലാം ചോദിക്കും. അങ്ങനെ ഒരു ഫ്ലോയിലാണ്. പക്ഷെ ഇപ്പം സ്റ്റോറീസ് ഒക്കെ നോക്കിയിട്ട് ചെയ്യുന്നത് ജയശ്രീ തന്നെയാണോ? വിളിക്കുമ്പോ സംസാരിക്കുമ്പോ ഞാൻ തന്നെയാണ്. പിന്നെ അച്ഛൻ്റെ അടുത്തും വീട്ടിലും അമ്മയുടെ അടുത്തൊക്കെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് എന്ന് ഡിസ്കസ് ചെയ്യും. അപ്പൊ എന്തായാലും അവരുടെ ഒരു തോട്ട് പറയും. അങ്ങനെ ഒരു ഡിസ്കഷനിലൂടെ തീരുമാനം. ഓക്കെ. ഈ എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആണ്, മീൻസ് വരുന്ന സമയത്ത് എന്ത് ഫാക്ടർ ആണ് ഓക്കെ ഇത് ഞാൻ ചെയ്യാം, അങ്ങനെ നമുക്ക് ഹുക്ക് ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഇപ്പോ ഇടിയൻ ചന്തുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറെ എലമെന്റ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് കരാട്ടെ അറിയുന്ന അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന് വേണ്ടി ഒരു പുതിയ സാധനം പ്രിപ്പയർ ചെയ്തിട്ടൊക്കെ ചെയ്യാന്ന് പറയുന്ന എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്നൊക്കെ അങ്ങനെ കേൾക്കും. പിന്നെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ എൻഗേജിങ് ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു നല്ലൊരു സ്ക്രിപ്റ്റില് ത്രൂ ഔട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നു. അങ്ങനത്തെ ഫാക്ടേഴ്സ് ഇപ്പൊ ചിന്തിച്ചിട്ടുള്ളൂ. നമുക്ക് അത്രയിലേക്ക് എത്തിയിട്ടുള്ളൂ. നമുക്ക് ഇനി കുറെ വരുമ്പോഴാണല്ലോ അത് വേണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചെടുക്കുന്ന അങ്ങനെ ഒരു സെലക്ഷൻ പ്രോസസ്സിലേക്ക് എത്തണത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ഡിഫറെന്റ് ആയിട്ട് ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുമ്പോൾ അതിനൊരു പ്രാധാന്യം കൊടുക്കും. അതെ. ഇപ്പം ഡിഫറെന്റ് ക്യാരക്ടർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഈ കരാട്ടെ ചെയ്യണം, പീറ്റർ ഹെയ്ൻ ആണ് ആക്ഷൻ ചെയ്യുന്നതെന്നൊക്കെ കേട്ടപ്പം ചെറുതായിട്ട് മനസ്സിലായി, ഈശ്വര എന്നെ ഇടിക്കാൻ ഒരു പേടി ഉണ്ടായിരുന്നോ? ടെൻഷൻ ഉണ്ടായിരുന്നു. ടെൻഷൻ എന്ന് വേണം പറയണ്ടേ, എക്സൈറ്റ്മെന്റ് ആയിരുന്നു കൂടുതൽ. എങ്ങനെ ഇത് വരും, ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നുള്ള, കാണുമ്പോ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് കൂടുതലുണ്ടായിരുന്നു. മാസ്റ്ററിന്റെ കാര്യം പറയുമ്പോൾ മാസ്റ്റർ എത്തിയപ്പോൾ കുറച്ചും കൂടി അത് ഈസി ആവുക ചെയ്തത്. മാസ്റ്ററൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയൊരു ക്യാൻവാസിലേക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു. മാസ്റ്റർ അത് നല്ലൊരു കറക്റ്റായിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്ന് മൂവ്മെന്റ്സ് എന്താ വേണ്ടതെന്നും അതുപോലെ റിയാക്ഷൻ എന്താ വേണ്ടതെന്നൊക്കെ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ട് ചെയ്യുന്നതിനും നല്ല ഈസി ആയിരുന്നു. നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു മാസ്റ്ററിന്റെ ഇൻസ്ട്രക്ഷൻസ്. ഈ പീറ്റർ ഹെയ്ൻ വന്നതുകൊണ്ട് പുഷ്പയുടെ ഷൂട്ടിംഗ് വരെ മാറ്റി വെച്ചു എന്നൊക്കെ ഞാൻ ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതെന്തായിരുന്നു സംഭവം? അങ്ങനെ ഒരു ഡിസ്കഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മാസ്റ്ററിന്റെ ഡേറ്റ്സ് അങ്ങനെ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ എളുപ്പമല്ലല്ലോ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡേറ്റ്സിൽ ഓക്കെ ആയിരുന്നില്ല. പക്ഷെ മാസ്റ്റർ ഈ സിനിമയുടെ കഥ കേട്ടിട്ട് അത്രയും ഒരു പേഴ്സണലി ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആയി. അപ്പൊ അത് വർക്ക് എന്തായാലും ചെയ്യണം എന്നുള്ളൊരു ഇതിന്റെ പേരില് ഡേറ്റ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് വന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അപ്പം ഈ പടത്തിന്റെ പ്രൊമോഷൻസ് ഒക്കെ നോക്കിയ സമയത്ത് എനിക്ക് തോന്നി ജയശ്രീയെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് വിളിച്ച് തിയേറ്റർ വിസിറ്റിൽ നമുക്ക് കുറച്ച് ഇടിയൊക്കെ പ്ലാൻ ചെയ്യാം എന്നൊക്കെ കേട്ടു, എല്ലാരും കേട്ടു. അതെല്ലേ? ഓക്കെ. അത് ശരിക്കും വിശ്വസിച്ചോ? അല്ല, ആദ്യം എനിക്ക് വിഷ്ണുട്ടൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഓക്കെ, ആദ്യത്തെ കുറച്ച് നേരത്തേക്ക് ഞാൻ നോർമലായിട്ട് തന്നെ കേട്ടത്.
കുറച്ചു നേരം കഴിഞ്ഞിട്ട് വിഷ്ണുവിന്റെ സംസാരം കേട്ടപ്പോ എനിക്ക് തോന്നി എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞത് പ്രാങ്ക് കോൾ എന്തെങ്കിലും ആണോ അത് ഞാൻ അങ്ങനെ ചോദിച്ചു. ഒരു കുറച്ചു നേരം കഴിഞ്ഞിട്ടാ. ആദ്യം എനിക്ക് മനസ്സിലായില്ല. വിദ്യയുടെ സൗണ്ട് ഒക്കെ വിദ്യ തന്നെയാ, പക്ഷെ വിഷ്ണുവിന്റെ സൗണ്ട് ഇനി വിഷ്ണുവിന്റെ സൗണ്ട് മാറ്റി പറയണതാണോ എന്നൊക്കെ തോന്നി. എന്നെ പറ്റിക്കാൻ എളുപ്പമാണ്. അപ്പോ പക്ഷെ ഇതെനിക്ക് കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടി. അവര് പ്രാങ്കാന്ന് പറയണേറ്റ് മുമ്പേ ഞാൻ ഇത് പ്രാങ്ക് കോൾ അല്ലേ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. പക്ഷെ ശരിക്കും ഇപ്പൊ ഉള്ള ഒരുപാട് ഇടിപ്പടങ്ങൾക്കൊക്കെ ഇതുപോലുള്ള പ്രൊമോഷൻസ് വരാറില്ലേ? ഇപ്പം ടർക്കിഷ് തർക്കത്തിന് സണ്ണിവേലും ലുക്മാനും കൂടെ ഞാനും കൂടി പാകാണ് കേട്ടോ. അപ്പൊ ആ ഒരു ഇടി ഭയങ്കരമായിട്ട് വൈറൽ തന്നെ. എല്ലാരും ശ്രദ്ധിച്ചു ഈശ്വര ഇത് ശരിക്കുള്ള ഇടിയാണോ? കാരണം നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന അതേപോലെ ആയിരുന്നു. അപ്പൊ ശരിക്കും അങ്ങനെയൊക്കെ സെറ്റ് ആവുകയാണെങ്കിൽ ശരിക്കും പോയി ചെയ്തേനെ, തിയേറ്ററിൽ ഇടിച്ചേനല്ലേ? സീരിയസ് ആയിട്ടാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാൻ ചെയ്യും. അല്ല, സീരിയസ് ആയിട്ട് ഇടിക്കുന്നല്ല, അതൊരു പ്രൊമോഷന്റെ ഭാഗമായി എന്നുള്ള രീതിയിൽ. ഇപ്പൊ അത് അവര് ടീം തീരുമാനിക്കുന്നതാണല്ലോ. ടീം ഇപ്പൊ പറയാണ് അത് പറയാ വലിയ മോശമില്ലാത്ത പ്രൊമോഷൻ പരിപാടിയാണെങ്കിൽ നമ്മൾ ചെയ്യും. ഓക്കെ. അപ്പം പുതിയ സിനിമകളിലേക്കൊക്കെ വരുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സിന്റെ കൂടെ ഇപ്പം വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കൂടെ ആണെങ്കിലും സെക്കൻഡ് പടമാണ് നിത്യഹരിത നായകൻ. അപ്പം അദ്ദേഹത്തിനൊപ്പം ഉള്ള ഒരു എക്സ്പീരിയൻസ് ഇപ്പൊ രണ്ടാമത് കൂടി വരുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? നേരെ വിഷ്ണുവിനെ നിത്യഹരിത നായകൻ വഴിയാണ് അറിയുന്നത്. അപ്പൊ ആ സിനിമയിൽ തന്നെ പുള്ളി ഉണ്ടായിരുന്നു, അതുപോലെ ബേസിലായിട്ടും ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ആ ഒരു കോംബോ. എനിക്ക് ഫസ്റ്റ് ഇവരുടെ അടുത്ത് ഇങ്ങനെ ഇന്നാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇവരൊക്കെ എങ്ങനെയായിരിക്കും നമുക്കറിയില്ലല്ലോ. അപ്പോ ഇവരെന്നെ തമാശകളൊക്കെ പറഞ്ഞ് അവരുടെ ഒരു ഗാംഗിലേക്ക് എന്നെ ഇന്നാക്കി. അങ്ങനെയാണ് അന്ന് സെറ്റ് ആയത്. അപ്പൊ അന്ന് ഭയങ്കര ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒക്കെ അവർ തന്നു. പിന്നീട് ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ വിഷ്ണുടൻ തന്നെയാണ് എന്നെ ഫസ്റ്റ് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്, കേട്ടുമൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ. അപ്പം ആസ് എൻ ആക്ടർ പുള്ളി ഒരു ക്യാരക്ടറിന് കൊടുക്കുന്ന ഒരു സംഭവം ഇതിൽ ഇടിയൻ ചന്തുവിൽ കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. കാരണം ആ ക്യാരക്ടറിന് വേണ്ടി ആ ഒരു ക്യാരക്ടർ ത്രൂ ഔട്ടായിട്ട് പിടിക്കാനായിട്ട്, അതിപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിലപ്പോൾ വേറെ രീതിക്ക് മാറുകയാണെങ്കിൽ അല്ല ഞാനിങ്ങനെ സംസാരിക്കുള്ളൂ, എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ഇപ്പോൾ സംസാരിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെയൊക്കെ ഇൻപുട്ട് എടുത്ത്, അതുപോലെ ഈ ക്യാരക്ടറിന് വേണ്ടി പുള്ളിയെടുത്ത എഫേർട്സ് ഒരു 22 വയസ്സായിട്ടുള്ള ആളായി ആവാനുള്ള ഒരു എഫേർട്സ് അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരു ആർട്ടിസ്റ്റ് ഒരു ക്യാരക്ടറിന് വേണ്ടി എടുക്കുന്ന പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി. പിന്നെ ആസ് എ ഫ്രണ്ട് നല്ലൊരു റിലേഷൻഷിപ്പ്, ഐ മീൻ നല്ല രസമായിരുന്നു. മൊത്തത്തിൽ എന്നെ കളിയാക്കുക, ഈ പറഞ്ഞ പോലെ കളിയാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. പുള്ളിയുടെ മീൻ എപ്പോഴും തമാശ പറയുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പുള്ളി. വിഷ്ണുവിനാണെങ്കിലും ശ്രീതാരനാണെങ്കിലും. അപ്പൊ ഇവർക്ക് ടീം ഫുള്ള് ഫണ്ണാണ്. ഷൂട്ടിംഗ് ലൊക്കേഷനും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഫണ്ണോ, അല്ലെങ്കിൽ ഇപ്പം ഇടിയൻ ചന്തുവിന്റെ ലൊക്കേഷൻ ആണല്ലോ, ഇടിയോ ശരിക്കും ഇടി കിട്ടിയതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ശരിക്കും അങ്ങനെ ഇടി കിട്ടി അങ്ങനെ വലിയ പരിക്കൊന്നും എനിക്ക് പറ്റിയില്ല. ലാസ്റ്റത്തെ ക്ലൈമാക്സിൽ കുറെ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അതില് ഭാഗം കുറച്ച് മാറി നിന്നിട്ടുള്ള കുറച്ച് പരിപാടികളാണല്ലോ. അപ്പൊ അടി കാണുവാണ്. അതെ, ഞാൻ ചെയ്യണത് അതിന്റെ ഇടയിൽ പെട്ടിട്ടല്ല. അപ്പൊ സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അതെനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പക്ഷെ തമാശ പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഈ കരാട്ടയുടെ മൂവ്മെന്റ്സ് ഇങ്ങനെ ചെയ്ത് നോക്കുമായിരുന്നു ഷോർട്ട് കറക്റ്റ് ആകാൻ വേണ്ടിയിട്ടൊക്കെ. അത് ഞാൻ ഇവരുടെ അടുത്തൊക്കെ, ഇപ്പൊ വിദ്യയുടെ അടുത്താണെങ്കിലും വിഷ്ണുവിന്റെ അടുത്തോ അല്ലെങ്കിൽ ശ്രീധരന്റെ അടുത്തൊക്കെ ഹിരണ്യേട്ടൻ ആരെങ്കിലും അടുത്തൊക്കെ ഇങ്ങനെ കൈയൊക്കെ വെച്ച് കിക്ക് ചെയ്തൊക്കെ നോക്കും ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ ഒരു സമയത്ത് കിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഏതോ ഇന്റർവ്യൂ പറഞ്ഞു, കിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്റെ കാല് പിടിച്ചിട്ട് ഒരു തിരിക്കലങ്ങോട്ട് തിരിച്ച് ഞാനിങ്ങനെ വീഴാനൊക്കെ പോയി. അപ്പോൾ അങ്ങനത്തെ ഫൺ മൊമെന്റ്സ് പരിപാടികളൊക്കെ എപ്പോഴും ഉണ്ട്. ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓടിച്ചാലും എന്നെ ഇങ്ങനെ കളിയാക്കാനും എന്തെങ്കിലുമൊക്കെ കിട്ടും. ചെണ്ടയാണ്. അതെ അതെ അതെ, ചെണ്ടയാണ്. അപ്പം ഇപ്പൊ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരുപാട് നല്ല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട്. അതുപോലെ ഒരുപാട് റിവ്യൂ ചെയ്തപ്പം ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് ഫൈറ്റിനെ പറ്റി ഒരുപാട് പേർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു റിവ്യൂ ആണ് വന്നിട്ടുള്ളത്. അപ്പം അത് കേട്ടപ്പോ എന്ത് തോന്നി? കാരണം ഭയങ്കര സ്കൂൾ ഫൈറ്റ് ആണ്, പക്ഷെ ഒരു KGF ആ ഒരു രീതിയിലേക്കൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ അത് കേട്ടപ്പോ എന്താ തോന്നിയത്? അഭിപ്രായങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ ഒരു സിനിമയ്ക്കും രണ്ട് അഭിപ്രായം ഉണ്ടാവും എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അഭിപ്രായങ്ങൾ അവർക്ക് കണ്ടപ്പോൾ അത് മേ ബി വർക്കായിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത്രയും സ്റ്റുഡൻസ് റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവര് ഇറങ്ങി തിരിക്കുന്നു എന്നുള്ളൊരു സംഭവമാണ് നമ്മളതിൽ കാണിച്ചിട്ടുള്ളത്. അത് കുറെ പേർക്ക് വർക്കായവരുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അതിനൊന്നും പറയാൻ പറ്റില്ല. നമ്മളും ഓരോ സിനിമ കാണുമ്പോൾ പോസിറ്റീവ് മാത്രം എടുക്കാം. നമ്മൾ ഓരോ സിനിമ കാണുമ്പോൾ ഓരോ അഭിപ്രായങ്ങളാണല്ലോ, അതിനങ്ങനെ കാണാൻ ശ്രമിക്കും. അതാണ് ഞാൻ. ഈ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ? കമന്റ്സ് എപ്പോഴും വായിക്കുന്ന ഒരാളാണ്. അത് ഇന്ന സിനിമയുടെ മാത്രമല്ല, അതിന്റെ ഒരു ശീലമാണ്. അത് ശരിക്കും എഫക്ട് ചെയ്യില്ലേ? ശരി, നമ്മൾ എന്ത് നല്ല പോസ്റ്റ് ഇട്ടാലും ഒരു നല്ല കാര്യം ചെയ്താലും നെഗറ്റീവ് കമന്റ്സ് വരും. അപ്പൊ ഇരുന്ന് ആരും കാണാതെ പോയിട്ട് ഈശ്വര അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ?
അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറെ കഥകളുണ്ട്. ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പോൾ എന്നെ ബന്ധപ്പെടുത്തിയിട്ടുള്ളത് വേണമെന്നില്ല. ചില സാധനങ്ങൾ എന്തിനും ഇങ്ങനെയൊക്കെ പറയണേ എന്നൊക്കെ ഓരോ കമന്റ്സ് കാണുമ്പോൾ ആലോചിക്കാണ്ട് എന്നാലും ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ തോന്നുന്നു എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. അത് അതങ്ങ് വിട്ടേക്കും. അതോ മനസ്സ് കൊണ്ടിറക്കുവോ? വിട്ട് കളയാൻ കുറച്ച് സമയം എടുക്കും. സമയം എടുത്തിട്ടാണെങ്കിലും പിന്നെ പതുക്കെ പിന്നെ മറക്കും. ഒരു ദിവസമൊക്കെ ഇരിക്കും, പിന്നെ അത് ഞാൻ പെട്ടെന്ന് അതങ്ങോട്ട് മാറും. പിന്നെ നെക്സ്റ്റ് ഡേ ആയാലും പോകും. പിന്നെ അടുത്തത് കിട്ടും. അതെ, അടുത്ത് കിട്ടും. അടുത്തത് കിട്ടുമ്പോ അടുത്തേക്ക് എന്നുള്ള രീതിയിൽ അങ്ങനെ പോയിക്കോളും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ അതാ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ കാണുമ്പോഴേക്കും ഞാൻ അതില് കുറച്ചു നേരം സ്റ്റിക്ക് ഓൺ ആവും. പിന്നെ വിട്ടുകളയും. ഇപ്പം പുതിയ സിനിമകൾ വരുന്നുണ്ടല്ലോ, അപ്പം ഓഡിഷൻസ് ഒക്കെ ഇപ്പോഴും കൊടുക്കാറുണ്ടോ? ഓഡീഷനായിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഞാൻ കാസ്റ്റിംഗ് കോള് ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമുക്ക് ഭാഗമാവണം തോന്നിയ സിനിമകളൊക്കെ കാണുമ്പോൾ ഞാൻ കാസ്റ്റിംഗ് കോൾ അയക്കാറുണ്ട്. പക്ഷെ പിന്നെ അങ്ങനെ ഓഡീഷന് പോകേണ്ടി വന്നിട്ടില്ല. ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ എത്തും. ഇപ്പോൾ മേ ബി അറിയുന്ന ഒരാളായതുകൊണ്ടാണെന്ന് അറിയില്ല ഓഡീഷന് വിളിക്കാത്തത്. ഓഡീഷൻ കോൾ ഇതുവരെ വന്നിട്ട് പിന്നെ അങ്ങനെ പോയി ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ലാസ്റ്റ് ചെയ്തൊരു ഇതിന് ചെയ്തപ്പോ ഒക്കെ ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തി. പക്ഷെ എന്തൊക്കെ ഫാക്ടേഴ്സ് കൊണ്ട് അങ്ങനെ ഒക്കെ പോകാറുണ്ട്. ഇപ്പോഴാണല്ലോ ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയത്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ സിനിമേനെ ഒരു സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു തീരുമാനിച്ചത് അല്ലെങ്കിൽ ഇനി സിനിമകൾ ചെയ്യണം, സിനിമയോടുള്ള ഇഷ്ടമൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു കുറച്ച് നാളായിട്ടുള്ള ഒരു 3-4 വർഷമായിട്ട് തീരുമാനത്തേക്ക് എത്തിയത്. അപ്പൊ അതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഒരു കാസ്റ്റിംഗ് കോളൊക്കെ അയച്ചു തുടങ്ങിയതും ഞാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻപുട്ട് ഇട്ട് ചെയ്യാൻ തുടങ്ങിയതൊക്കെ. മറ്റേത് അതുവരെ ഉള്ളതൊക്കെ എനിക്ക് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരുന്നതാ. എന്തൊക്കെയോ കൊണ്ട് കാരണങ്ങളാൽ എത്തിപ്പെട്ടതാണ്. അപ്പം ഈ സിനിമയിൽ നമ്മൾ പൊതുവെ എപ്പോഴും സംസാരിക്കുമ്പോൾ സ്ത്രീകൾ നേരിടുന്ന ഒരു മെയിൻ പ്രശ്നമാണ് കാസ്റ്റിംഗ് കൗച്ച് എന്നാണ്. സ്ത്രീകൾ മാത്രമല്ല, മോസ്റ്റ്ലി. അപ്പം അങ്ങനെയൊന്ന് ഇപ്പം ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അധികം അങ്ങനെ നേരിട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ എനിക്ക് പേഴ്സണലി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സിനിമയിലേക്ക് വരുന്ന കുട്ടികളോട് സംസാരിക്കുകയാണെങ്കിൽ സിനിമ ഒരു സേഫ് പ്ലേസ് ആണെന്ന് പറയാൻ പറ്റുമോ? സേഫ് പ്ലേസ് ആണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊരു ബോധ്യം ഉണ്ടാവുമല്ലോ. നമ്മുടെ ശരികൾ, നമ്മുടെ ഒരു ഇത് അതിൽ ഉറച്ചു നിന്നാൽ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലായിടത്തും പോലെ തന്നെ ഒരു ഇൻഡസ്ട്രി, ബാക്കി എല്ലാ ഇൻഡസ്ട്രിയും പോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയാണ്. പ്രശ്നങ്ങൾ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അതുപോലെ ഇവിടെയും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നങ്ങൾ മീഡിയ കുറച്ചും കൂടി എക്സ്പോഷർ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് എല്ലാവർക്കും പേടി കുറച്ചും കൂടി എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യത്തിന് ഇങ്ങനെ ആവും എന്നുള്ളത് കൊണ്ട്. കാസ്റ്റിംഗ് കോച്ച് മാത്രമല്ല കേട്ടോ, വേറെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. ഒരുപാട് എല്ലാ ഇൻഡസ്ട്രിയിലുള്ള പോലെ തന്നെ ഇഷ്യൂസ് ഇവിടെയും ഉണ്ട്. സേഫ് പ്ലേസ് ആണ് എന്റെ അനുഭവം കൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഓക്കെയാണ്. ഇതുവരെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഞാൻ ഓക്കെയാണ്. അപ്പോൾ നമ്മള് നമ്മുടെ രീതിക്ക് ഒരു സ്റ്റാൻഡിൽ നിന്ന് പോവാ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഇപ്പം ഒരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ പുറത്തോട്ടേക്ക് ഇറങ്ങുമ്പോൾ ആദ്യം നമുക്ക് നമ്മളെ വന്ന് ഒരാൾ സെൽഫി എടുക്കുന്നത് സംസാരിക്കും ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ കുറെ കൂടെ നമ്മുടെ പ്രൈവസിയിലേക്ക് കയറി ചെന്ന് സംസാരിക്കും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഇൻവോൾവ് ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യില്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു അത്രത്തോളം ക്രൗഡിലേക്കൊന്നും പോയി അങ്ങനെ ഒരു ഇഷ്യൂ ഇതുവരെ ഉണ്ടായിട്ടില്ല. പലരുടെയും അനുഭവങ്ങൾ അല്ലെങ്കിൽ പലരും പറയണ കേട്ടിട്ട് തോന്നാറുണ്ട്. പ്രൈവസി അതാണ് വേറൊരു ഈ ഫീൽഡിലെ ഒരു ഇതാണ്. പബ്ലിക് ഫിഗർ ആവുമ്പോൾ നമ്മൾ മൊത്തത്തിൽ പബ്ലിക് ആയ ഒരു ഫീലാണ് എല്ലാവർക്കും തോന്നുന്നത്. എന്താ അങ്ങനെ പറഞ്ഞുകൂടാ, എന്താ അങ്ങനെ നിന്നുകൂടാ, കുറച്ചു നേരമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തുകൂടെ. അവർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് വേണം എന്നുള്ളത് ആണ് തോന്നിയിട്ടുള്ളത്. അത് എനിക്കിതുവരെ അനുഭവം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അറിയാനില്ല. എല്ലാരും പറഞ്ഞു ഭയങ്കര കോൺഷ്യസ് ആവാറുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടെ എന്താ ചെയ്ത അവിടെ വരില്ലേ, അങ്ങനെ ഒരു തോന്നലുണ്ടോ? കോൺഷ്യസ് അത് ചെറുപ്പം തൊട്ടേ അത് നമ്മള് ഇതിന്റെ ഭാഗമായി വന്നോണ്ട് ആ കോൺഷ്യസ്നെസ് മനസ്സിലുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോ അങ്ങനെ വർത്താനാവോ എന്നുള്ള ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്. ഓക്കെ, ഇപ്പം ജയശ്രീനെ എടുത്ത് നോക്കിയാൽ നമ്മൾ എപ്പോഴും ഇപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴും പെട്ടെന്ന് മാറിപ്പോകുന്ന ഒരു ഫേസ് ആണ് മാളവിക അല്ലെ? അപ്പൊ അങ്ങനെ കേൾക്കുന്ന സമയത്ത് ഇപ്പം ബയോല് നിങ്ങളുടെ വിക്കിപീഡിയയിൽ പോലും സിനിമകൾ അങ്ങോട്ട് മാറിക്കിടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നോക്കിയപ്പോ കറുത്ത പക്ഷികള്. അപ്പോ അങ്ങനെ കാണുമ്പം അല്ലെങ്കിൽ പേര് മാറ്റിയൊക്കെ വിളിക്കുന്ന സമയത്ത് എന്താ സങ്കടാണോ? ഈശ്വര, എന്തിനാ അങ്ങനെ എന്താ തോന്നാറുള്ളത്? അതെന്താ വെച്ചാൽ അതും കോയിൻസിഡന്റ്ലി അങ്ങനെ സംഭവിച്ചു പോയതാ. ഞങ്ങൾ ഒരേ സമയത്ത് സിനിമയിൽ വന്നവരാ. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നവര് വിചാരിക്കുന്നുണ്ടാവും കറുത്ത വിഷയുള്ള കുട്ടി അതല്ലേ ഈ കുട്ടിയപ്പോ പിന്നെ ആരാ എന്ന് വിചാരിക്കുന്നുണ്ട്. ഒരാളാണെന്ന് ഇപ്പോഴും വിചാരിക്കുന്ന ആൾക്കാർ ഒരാളുണ്ട് എന്നേ എല്ലാവർക്കും അറിയുള്ളൂ. 2 പേരുണ്ട് എന്നുള്ള ഏതോ ഇന്റർവ്യൂല് പറഞ്ഞ പോലെ
ഞങ്ങൾ ഒന്നല്ല രണ്ടാണ് എന്ന് പറഞ്ഞ പോലെ ജയശ്രീയുണ്ട് മാളവികയുണ്ട്. ഞങ്ങൾ ചെയ്ത ക്യാരക്ടേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യപ്പെടാറുണ്ട്. എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും അവൾ ചെയ്ത ക്യാരക്ടേഴ്സ്, അവളുടെ അടുത്ത് പോയി എൻ്റെ ക്യാരക്ടേഴ്സും ചോദിക്കും. സത്യത്തിൽ മാളവിക എന്ന പേരാണ് കൂടുതൽ പേർക്ക് അറിയാം. ഒരുപാട് മാളവികയുണ്ട് താനും. അതൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതെ അതെ, ഐ മീൻ അവളുടെ പേരാണ് കുറച്ചുകൂടി കൂടുതൽ രജിസ്റ്റർ ആയിട്ടുള്ളത്. അവളാണ് കുറച്ചുകൂടി കൂടുതൽ മൂവീസ് ചെറുപ്പത്തിൽ കുറച്ചുകൂടി രജിസ്റ്റർ ആയിട്ടുള്ളത്. അപ്പോ അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടെന്നുള്ളതുകൊണ്ട് എല്ലാവരും വന്ന് ചോദിക്കുമ്പോൾ ജയശ്രീ എന്നുള്ള പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു സാധനം എവിടേക്കും മനസ്സിൽ തോന്നാറുണ്ട്. പക്ഷെ ടൈം ആകുമ്പോൾ സെറ്റ് ആവും എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോകുന്നു. ഓക്കെ, അപ്പം കുട്ടിക്കാലത്ത് അവാർഡ് മീൻസ് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിരുന്നു. പക്ഷെ ആ സമയത്ത് അതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്നറിയാം. അപ്പൊ ഇപ്പം ഒരു സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയാൽ കൊള്ളാം എന്ന്. ഒബ്വിയസ്ലി നമുക്ക് അന്ന് കിട്ടി, അത് ഇന്നത്തെ സമയം പോലെ അല്ലല്ലോ. ആൾക്കാരിലേക്ക് അധികം എത്തി. ഇന്നാണെങ്കിൽ വലിയ സംഭവമായിട്ട് നമുക്ക് ആഘോഷിക്കപ്പെടും എന്നുള്ള സാധനമുണ്ട്. അന്നത്തെ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചേക്കാളൊക്കെ അപ്പുറം ഒരുപാട് റെസ്പോൺസും അല്ലെങ്കിൽ കോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് എനിക്ക് അതിന്റെ വാല്യൂ അറിയണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് അതിന്റെ ഇപ്പൊ കിട്ടിയാലും സന്തോഷമാണ്. പക്ഷെ ആ കിട്ടിയതിൽ തിരിഞ്ഞാലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അന്നൊക്കെ അത് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഇപ്പം ആ ചെറുപ്പം മുതൽ ചെയ്ത ക്യാരക്ടേഴ്സ് വെച്ച് നോക്കും. ഇപ്പം ഇടിയൻ ചന്തു ലാസ്റ്റ് വരെ ഉള്ള ചെയ്തു, ടർക്കിഷ് തർക്കത്തിലും എല്ലാം അത് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കുക. അപ്പൊ മൊത്തത്തില് ചെയ്ത ക്യാരക്ടറില് ഒരു ഫേവറേറ്റ് ക്യാരക്ടർ എടുത്ത് പറയാൻ പറഞ്ഞ ഏതായിരിക്കും? ഫേവറേറ്റ് ക്യാരക്ടർ എന്ന് ചോദിച്ചാൽ കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്ത് ഞാൻ അറിഞ്ഞ് മനസ്സറിഞ്ഞ് തുടങ്ങിയത് ആക്ഷൻ ഹീറോ ബിജു ആണ്. അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെ ഇതാക്കാം. പിന്നെ ഇപ്പോൾ ഇടിയൻ ചന്തു, ഇത് രണ്ടും. ഇടിയൻ ചന്തു എന്ന് വെച്ചാൽ ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ചെയ്തതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റും സന്തോഷമൊക്കെ ഉണ്ട്. അപ്പോ അത് രണ്ടും. ബാക്കിയുള്ളൊന്നും ഇഷ്ടമില്ല. ഭ്രമരവും ജലജയും, ഇടുക്കി ഗോൾഡ് ജലജ എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടർ ജലജയാണ്. കാരണം നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ജലജ അവിടെ ഇരിക്കുകയാണ് ആ ഒരു ലുക്ക്. ബാക്കിയുള്ളവർക്ക് മേ ബി കൂടുതൽ ജലജയാണ് എൻ്റെ അടുത്ത് പറയാറില്ല, ജലജയും അമ്പിളിയും ഒക്കെ. പക്ഷെ ബിജു എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് പിന്നെ എൻ്റെ ഒരു പ്രായം അതിലേക്ക് എത്തിയില്ല. അപ്പോൾ സിനിമ എന്നുള്ള എന്താണെന്ന് അറിഞ്ഞാൽ, അല്ലെങ്കിൽ നിവിൻ ചേട്ടൻ്റെ മൂവി, ഷൈൻ സാറിൻ്റെ മൂവി എന്നൊക്കെ അറിഞ്ഞാൽ അത്രയും സന്തോഷത്തോടു കൂടി അതിനുവേണ്ടി സ്കൗട്ട്സ് ഒക്കെ NC സ്റ്റുഡൻറ് പോലീസ് കാഡറ്റിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷനൊക്കെ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഒരു കുറച്ചും കൂടി അതിനൊരു കണക്ഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പം ജയശ്രീ ചെയ്ത ക്യാരക്ടേഴ്സ് നോക്കുമ്പോൾ 2018 അതിലാണെങ്കിലും ഇപ്പോ ഈ ഇടിയൻ ചന്ദലും +2 ആ ഒരു ക്യാരക്ടർ ഒരു പഠിപ്പി, അതായത് സ്വന്തം ക്യാരക്ടറിനോട് ചേരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ അല്ലേ? കാരണം 2018 ഇറങ്ങിയ സമയത്ത് എല്ലാവരും പറഞ്ഞിരുന്നു ആ ഒരു വലിയ മഴയത്തും പാമ്പിന്റെ ഇടയിൽ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തപ്പിയെടുത്ത് പിടിക്കുന്ന ആ ഒരു പഠിപ്പി ലുക്ക്. ആ സമയത്ത് അങ്ങനെയൊക്കെ റെസ്പോൺസ് വന്നിരുന്നോ? ജീവിതത്തിലും പഠിപ്പി? അതല്ല ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്, റിയൽ ലൈഫിലും പഠിപ്പി എന്നുള്ള ടാഗ് ലൈൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ 2018 എന്താ വെച്ചാൽ ഞാൻ കുറച്ചും കൂടി ഏജ് എന്താ പറയാ +2 കഴിഞ്ഞ് IAS പഠിച്ചു കഴിഞ്ഞ് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന കുട്ടിയാണ്. ഇതിൽ വരുമ്പോൾ ഇടിയൻ ചന്തുവിൽ +2 സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ 2020 റിലീസായ സമയത്ത് അങ്ങനത്തെ റെസ്പോൺസ് ഒക്കെ വന്നിട്ടുണ്ട്. എനിക്ക് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്, ആസിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിയിരുന്നെങ്കിൽ ചീത്ത വിളിച്ചേനെ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ. അങ്ങനെ വരെ കമന്റ്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോയേക്കാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ. അത് രസമായിരുന്നു കേട്ടോ വായിക്കാനൊക്കെ. പക്ഷെ അതോടൊപ്പം തന്നെ അത് റിയൽ ലൈഫിൽ ചെയ്തിട്ടുള്ള ഒരു കുട്ടി എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു, ഞാനിങ്ങനെ പോയിട്ടുണ്ട്, കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സന്തോഷമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയൊരു ഗെയിം സെഗ്മെന്റിലേക്ക് കടന്നാലോ? ഓക്കെ, അപ്പം ഒന്നുമില്ല, സിമ്പിൾ ആണ്. ഇത് അതായിരുന്നല്ലേ? ഇത് ഫാഷൻ മാത്രമല്ല. ഓക്കെ, ഞാൻ വിചാരിച്ചു ഇതില് കുറച്ച് സിനിമ ഡയലോഗ്സ് ഉണ്ട്, അത് എടുക്കുക, ഒരെണ്ണം പിക്ക് ചെയ്യാം. സിനിമ ഏതാന്ന് പറയണ പറഞ്ഞ ആളെയും പറയണം. പറഞ്ഞ ആളെയൊക്കെ പെട്ടെന്ന് കിട്ടും. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണോ അല്ലേ? ഇതേപോലൊരു ടാസ്ക് എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്താ വെച്ചാൽ പെട്ടെന്ന് കത്തില്ല, ഞാൻ ഭയങ്കര ബ്ലാങ്ക് ആവും. ഞാൻ ആദ്യമേ എന്താ പറയാ, അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇവിടെ കുറച്ച് ടാസ്ക് ഉണ്ട്, സിമ്പിൾ ടാസ്ക് ആണ്, കുറച്ച് ടങ് ട്വിസ്റ്റേഴ്സ് ഉണ്ട്, കുറച്ച് സാധനം എടുക്കാലോ. സ്റ്റാർട്ട് ചെയ്തോളൂ. ഐശ്വര്യം പ്രാർത്ഥിച്ചു തുടങ്ങി. ആദ്യമേ തോൽക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയാ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇല്ല, ഈശ്വര, സിനിമ അറിയാത്ത കുട്ടിയാന്ന് പറയുമല്ലോ. സിമ്പിൾ ഡയലോഗ്സ് ആണ് എഴുതി വെച്ചിരിക്കുന്നത്. അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. പറയൂ. ഫഹദ്ക്ക, കുമ്പളങ്ങി നൈറ്റ്സ് എന്റെ ഫേവറേറ്റ് സിനിമ. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ, അതെ ഇത് ഞാൻ പറഞ്ഞില്ലേ പിന്നെ നേരത്തെ പറഞ്ഞതിലൊക്കെ വല്ല കഥ ഉണ്ടോ?
പിന്നെ ആൾക്കാരെ ഏറെ കയറ്റും. അതെ, ഭാഗ്യം, എന്തെങ്കിലും കിട്ടി. സമാധാനം, താങ്ക് യു. ഇത് വെച്ച് വേണ്ടിയിരുന്നില്ലായിരുന്നു. ഓക്കെ, അടുത്തെടുത്തു. എല്ലാം എടുക്കാം. എല്ലാം എടുക്കണോ? എല്ലാം എടുത്തു. ഇത് അത്യാവശ്യം കിട്ടോ. കൊറേ ഉണ്ട്, കാരണം സിമ്പിൾ ഡയലോഗ്സ് ആയതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ പെടുന്നു വിചാരിക്കണം. മിക്കവരും ഞാനായിരിക്കും പെടുക. ഈശ്വര കിട്ടിയില്ലെങ്കിൽ അതും സിമ്പിൾ ആയിരിക്കും അല്ലെ? ഞാൻ എഴുതി മനസ്സിലാവില്ലേ? മറക്കണോ? പഴയതൊക്കെ ഞാൻ മറക്കണോ? എന്തൊക്കെയാടോ ഞാൻ മറക്കേണ്ടത്? അയ്യോ, ഇത് പഴയ സിനിമ. ഞാൻ ഒരു ക്ലൂവും തരില്ല. പറയരുത്. തിലകഞ്ഞേട്ടൻ പറയുന്നു. അല്ല, ഈശ്വര, ഇത് നല്ല ഫേമസ് ഡയലോഗ് ആയിരിക്കും. കേൾക്കുമ്പോൾ വിചാരിക്കും ഞാൻ സിനിമ അറിയാത്ത കുട്ടിയാണ് എന്നുള്ളത്. അത് വേറൊരു ടോണിൽ വായിച്ചു നോക്കൂ. മറക്കണോ? അയ്യോ ശരാ. ഞാൻ പറഞ്ഞ ചിലപ്പോ ഞാൻ അല്ല, ഡയലോഗ് അത് വേണോ? മറക്കണോ? അയ്യോ, അന്ന് തന്നെ ഞാൻ കറക്റ്റ് എന്താ പറഞ്ഞ മറക്കണോ? പഴയതൊക്കെ ഞാൻ അയ്യോ അങ്ങനെയല്ലേ, വേണ്ട. എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? എനിക്ക് മിമിക്രി ഒന്നും അറിയില്ല. എനിക്കും അറിയില്ല. അല്ല, പഴയ പടമാണ്. പഴയ പടമാണ് അത്. സാധനം പടമാണ്. പറയണം. ഓക്കെ, 500 ഡയലോഗാണോ? 500 ഡയലോഗാണ്. 500 ഡയലോഗ്. അയ്യോ, പടത്തിന്റെ പേര് ഞാൻ പറഞ്ഞത്. ഗോഡ് ഫാദർ. ഓക്കെ. ഓ എന്റെ ദൈവമേ, ഞാൻ എന്നെ തന്നെ. എന്റെ ഡയലോഗ്. ഓക്കെ, അടുത്തെടുത്തു. ശരിയാ. ബാക്കി എന്റെ ഇടയിൽ പറഞ്ഞൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പെട്ടെന്ന് ഉത്തരം പറഞ്ഞ ഞാൻ. ശരി, ഞാൻ വിളിച്ചൊരു ടാസ്ക് എടുപ്പിക്കും. ഈ ടാസ്ക് മിക്കവാറും ഈ ബോക്സ് ഇവിടെ അനങ്ങാണ്ടിരിക്കുവോ? ശരിക്കും ഇപ്പൊ എടുപ്പിക്കാമായിരുന്നു. അതും അറിയാം. അല്ല, അറിയാം, പക്ഷെ സിനിമയുടെ പേര് ഇട്ടില്ല. പോളനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്. സിനിമ പറയണം. മുകേഷ് ഏട്ടൻ പറയുന്നില്ല. ഞാൻ ക്ലൂയേ തരില്ല. ഞാൻ അങ്ങനെ പറയല്ലേ. സ്നോ ക്ലൂ. പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്. നാടോടിക്കാറ്റ്. അല്ല, തെറ്റിച്ച് ഉത്തരം പറഞ്ഞ അപ്പൊ അത് എടുക്കണം. ആണോ? തെറ്റാ. തെറ്റാണ്. തെറ്റാ. സന്ദേശം. ശ്രീനിവാസൻ അല്ലേ? ആണ്. അതെ അതെ, ശരിയാണ്. ചെറുതായിട്ടൊന്നും മാറിപ്പോയി. അല്ല, ഇത്രയും ഈസി ഡയലോഗ്സ് ഇത് ഫുള്ള് ട്രോൾസിൽ വരുന്നതാ. അതെ, എനിക്ക് മനസ്സിലായി. എന്നെ ട്രോളാനല്ലേ. ഇതൊരു ട്രോൾ. എന്താണത്? ഷീ സെൽസ് സീഷെൽസ് ബൈ ദ സീഷോ. 5 പ്രാവശ്യം സ്പീഡിൽ പറയണം. ഷീ സെൽസ് ഷീഷെൽസ് ബൈ ദ സീഷോ. ഷീ സെൽസ് ഷീഷെൽസ് ബൈ ദ സീഷോ. ഷീ സെൽസ്. തെറ്റുന്നുണ്ട്. അയ്യോ. ഷീ സെൽസ് സീഷെൽസ് ബൈ ദ സീഷോ. ഓക്കെ. ഷീ സെൽസ്. ഇപ്പൊ കോൺഷ്യസ് ആയി. നേരത്തെ എന്തോ മൊത്ത ശരിയാണെന്നുള്ള രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. ഓക്കെ, മിനിമം 3 പ്രാവശ്യമെങ്കിലും പറയണം. നമ്മൾ ഇളവ് തന്നിരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഷീ സെൽസ് സീഷെൽസ് ബൈ ദ സീഷോ. 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 എനിക്കിത് ഒറ്റത്തവണ പോലും പറയാൻ അറിയില്ല. ഭാഗ്യം. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇതൊക്കെയാണ്. പക്ഷെ ടാസ്ക് അല്ല പ്രശ്നേ, ഗെയിമാണ്. മീൻ പണിഷ്മെന്റ് അല്ല പ്രശ്നം. സിനിമ പറയാനൊക്കെ ഇത് കഴിഞ്ഞിറങ്ങുമ്പോ സിനിമ പറഞ്ഞില്ലാണ് പ്രശ്നം. ഇതാ എനിക്ക് പേടി ഇന്റർവ്യൂവിന് പോയിരിക്കാൻ. ചെറുതല്ലേ? ലോക്ക് അറിയാത്തൊന്നുമില്ല. ബുദ്ധിയാണ് സാറേ ഇവന്റെ മെയിൻ. നസ്ലിൻ. തണ്ണീർമത്തൻ ദിനങ്ങൾ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ്. ഭാഗ്യം. പുതിയതൊന്നും തെറ്റിക്കരുത്. അതെ അതെ, കുറച്ചെണ്ണേ ഉള്ളൂ. ആണോ? ആണെന്ന് തോന്നുന്നു. ഇതാരെ എഴുതിയിട്ടത്? ഞാൻ തന്നെയാ. പണം എനിക്കൊരു പ്രശ്നമല്ലത്. ഇത് അബ്ദുള്ള. ഇത് അബ്ദുള്ള. ഇത് ഷെയ്ഖ് അബ്ദുള്ള. ഇത് അബ്ദുള്ള. ഇത് ഷെയ്ഖ് അബ്ദുള്ള. ശരിയാണ്. ആരുടെ ഡയലോഗാണ്? മോശം. മുകേഷ് അല്ല, തന്നെ വന്നോണ്ടിരിക്കണേ. മുകേഷ് അല്ല. മുകേഷ് ഏട്ടാ, പോ. മുകേഷ് ഏട്ടൻ വിളിച്ചിട്ട്. അയ്യോ, അറിയാത്ത ഡയലോഗല്ല. അങ്ങനെയാണെങ്കിൽ അറിയുന്നില്ലെങ്കിലും പറയാം. എനിക്കൊരു പ്രശ്നമല്ല. ഇത് അബ്ദുള്ള അല്ല, ഇത് അബ്ദുള്ള. ഇത് ഷെയ്ഖ് അബ്ദുള്ള. ഒരു കോമഡി ആക്ടറാണ് അന്ന്. ഇപ്പം ഭയങ്കര ആക്ടിങ്. ഇപ്പോഴും മീൻസ് അന്ന് ഭയങ്കര കോമഡി ആക്ടർന്ന് മാത്രം ചിന്തിക്കരുത്. അന്നത്തെ കോമഡി ആയിരുന്നു. ഇപ്പൊ കുറെ കൂടെ ക്യാരക്ടർ റോൾസും ഒക്കെ ചെയ്യുന്നു. ഫേമസ് കൊമേഡിയൻ ആണ്. ഇത് തഗ് പറയാൻ സെറ്റ് മനുഷ്യനാണ്.
അറിയില്ല? അല്ല. അപ്പൊ തെറ്റില്ലേ? എടുത്തോളൂ. സലീം കുമാർ പുലിവാൽ കല്യാണം. സിമ്പിൾ ആണ്. മോശം. ഇപ്പൊ എനിക്ക് കുറച്ച് സന്തോഷമൊക്കെ വരുന്നുണ്ട്. സന്തോഷായില്ലേ? ഞാൻ ഈ ആക്ഷനും കൂടെ എഴുതാൻ മീൻസ് വരയ്ക്കണം വെച്ചു, പിന്നെ മനസ്സിലായില്ലെങ്കിലോ? വരയ്ക്കണം എന്നൊക്കെ അല്ല കാണിച്ചു തന്നിട്ട് കത്തിയില്ല. അതല്ല ഇതല്ലേ ടാസ്ക് ഉണ്ട് ശരിക്കും. വേണോ? ആങ്കറിനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം വിപരീത ഉത്തരങ്ങൾ പറയുക. അത് എനിക്കൊരു ടാസ്ക് ആണല്ലേ. ഓക്കെ. ആ മറ്റേ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാന് അതല്ലേ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാന് അയ്യോ മനസ്സിലാക്കി. ഇത് ഞാൻ എക്സ്ട്രാ ടാസ്ക് തരും. ഇപ്പൊ എന്ത് ചെയ്യുന്നു? അമ്മ വീട്ടിലാണ്. ഫുഡ് എന്താ കഴിച്ചേ? നാളെ ഡാൻസ് ഉണ്ട്. ഇപ്പൊ ഏത് വീട്ടിൽ നിന്നാ വരുന്നത്? എനിക്ക് പോയി 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 തീർന്ന്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം ചെയ്യണം. എന്താ പറയാം? ഓക്കെ. അതിന്റെ അകത്തുള്ള ടാസ്ക് തന്നെ പറയാം. ഒരു പാട്ട് അത് പാടിയിരിക്കണം. നോ ഓപ്ഷൻസ്. ഒരു പാട്ട് പാടിക്കാം. ഞാൻ പാടാൻ എനിക്കറിയില്ല. നിങ്ങൾക്ക് പണിഷ്മെന്റ് ആവും. ഇവിടെ ആർക്കും പാട്ടറിയില്ല. അതല്ല, അതെ കാണാൻ കേൾക്കാതിരിക്കണവർക്ക് ഭയങ്കര. നമ്മുടെ എന്റെ ഫേവറേറ്റ് എന്താ പാടി? അത് സിമ്പിൾ ആയിരിക്കില്ല. അതാണ്. അല്ലല്ല, അതേ അറിയുള്ളൂ. ഞാൻ ഏത് സ്റ്റേജിൽ പോകുമ്പോഴും ഇപ്പോഴല്ല കേട്ടോ, ഇപ്പൊ ഞാൻ പാടല് നിർത്തി. പണ്ട് കുട്ടിക്കാലത്ത് ഇപ്പൊ നമ്മള് ഇനോഗ്രേഷൻ അല്ലെങ്കിൽ സ്കൂളിലെ പരിപാടികൾക്കൊക്കെ പോകുമ്പോ ഈ പാട്ട് പാടും. പക്ഷെ ഞാൻ എന്റെ രീതിക്കാ ഞാൻ പാടാറുള്ളത്. അവര് പാടിയത് വേറെ. അവര് പാടിയത് അനുശ്രീ ഒക്കെ കേൾക്കുമ്പോ ഏത് പാട്ട് എന്ന് വിചാരിക്കണ്ടാവും. ഞങ്ങളൊന്നും അങ്ങനെ വിചാരിക്കില്ല. ഇപ്പൊ പാടുമ്പോഴും തന്നെയായിരിക്കും. എന്റെ ടോണാണ്, എന്റെ മ്യൂസിക് കമ്പോസിഷൻ, ലിറിക്സ് മാത്രം അത്. ഓക്കെ. അണ്ണാര കണ്ണാവ പൂവാല ചെങ്ങാത്തം കൂടാൻ വാ, അണ്ണാര കണ്ണാവ പൂവാല ചെങ്ങാത്തം കൂടാൻ വാ. അത്രയും മതി. ശിവവളത്തിൽ വന്നതായിരുന്നു. ബാക്കി ഇനി ചിലപ്പോ അടുത്തത് കുടിച്ചാൽ ചിലപ്പോ അങ്ങ് എത്തില്ല. ഞാൻ പാടി ഇത്രയും കൂടെ ചെയ്യണം വരില്ല. ഓക്കെ, നെക്സ്റ്റ്. അങ്ങനെയൊക്കെ പറയണ്ടേ? ഇപ്പൊ അപ്പുറത്ത് ആങ്കർ ആയിട്ട് ഇരിക്കില്ല. എന്നെ കംഫർട്ട് ആക്കേണ്ടത് ശരിക്കും എന്റെ പാട്ട് വരാരും കേട്ടിട്ടില്ലല്ലോ. സിമ്പിള്. അങ്ങനെ പവനായി ശവമായി. രാജു. ഈശ്വര, ഇത് എനിക്കറിയില്ല എന്നൊക്കെ അല്ലേ? കറക്റ്റ് അല്ലേ? പടം അറിയില്ല. ഒരാൾക്ക് അപ്പൊ ഓപ്പോസിറ്റ് അറിയില്ല കേട്ടോ. പടം ഏതായിരുന്നു? പടം അതാണ് നാടോടിക്കാറ്റ്. ഐ മീൻ ആ സീരീസിലെ അല്ല. അതെ, ആ സീരീസ് ആണ് നാടോടിക്കാറ്റ്. പട്ടണപ്രവേശം. അതല്ല. അയ്യോ, നാടോടിക്കാറ്റ്, പട്ടണപ്രവേശം, മൂന്നാമത്തെ പറഞ്ഞോളൂ. പവനായി ശവമായി. ഇതെനിക്ക് ഒന്ന് കട്ട് ചെയ്യാമോ? ഇല്ല, അത് കട്ടിയില്ല, ഡയറി പോകും. എനിക്ക് അറിയില്ല. ഞാനിത് ഉദ്ദേശിച്ചത് റാംജി റാവു സ്പീക്കിംഗ് അല്ലേ? അല്ലല്ലേ? ഓക്കെ, എല്ലാം കട്ട്. ഭാഗ്യ, എനിക്കൊരു കൂട്ടായല്ലോ. അടുത്തെടുത്തോ. അപ്പം ആങ്കറിന് ടാസ്ക് ഇല്ല. ഇവിടെ ഞാൻ മാത്രമാണ്. ഇപ്പോഴാണ് അതിനൊരു സെറ്റ് ആയത്. ഞാൻ തന്നെ കുഴി കുഴിച്ചു. ഞാൻ എന്റെ പൊസിഷൻ മാറ്റി. സിമ്പിൾ ആയിട്ടുള്ള നോക്കി എടുത്താൽ മതി. ഓക്കെ. ഇതിനെനിക്ക് എന്റെ വർക്കേഴ്സിന്റെ ട്രോള് വരും. കാരണം ഇതിന് മുന്നേ ഒരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞതാ. ഇതെനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഒരു തവണ പറഞ്ഞാ പോരെ? ഇതാണോ? ഇത് ഒറ്റത്തവണ തന്നെ പറയുന്നത് ഭയങ്കര ടഫാണ്. വേണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓ ആയിക്കോട്ടെ. 3 വർഷം പറയണം. അരുതരുത് കുതിരെ, മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത് കുതിരെ. ഇത് പ്രാവശ്യം പോരെ? എന്തായാലും ഒരു വർഷം പറയില്ല, 2 വർഷം. അരുതരുത് കുതിരെ, മുതിരരുത് കുതിരെ, അതിരിലെ മുതിര തിന്നാൻ മുതിരരുത്. കുഴപ്പമില്ല, ഇത് കഴിഞ്ഞ ഇന്റർവ്യൂലുള്ളത് കൂടി കട്ട് ചെയ്തിട്ടാ. ഓക്കെ, ഇത് വേണ്ടായിരുന്നു. ഓക്കെ, അടുത്തെടുത്തോ. പക്ഷെ പഠിച്ചിട്ട് വന്നാ മതിയായിരുന്നു. ഞാൻ പറഞ്ഞപ്പോ ആങ്കറിന് അറിയാത്താണേ. ഇത് നമുക്ക് കട്ട് ചെയ്യാം. അത് പറ്റില്ല, സമ്മതിക്കില്ല. എനിക്ക് എന്റെ ഐഡിയ ആയിപ്പോയി. മിക്സ് ആയതുകൊണ്ട് കുറെ ഡയലോഗ് ഉള്ളത് കൊണ്ട് ആർക്കായാലും ഒരു തെറ്റൊക്കെ പറ്റും. ഐ ആം ദി സോറി അളിയ. ഓക്കെ, ഇതിൽ ഞാൻ കോൺഫിഡന്റ് ആണ്. അത് അയ്യോ എന്തൊക്കെയുണ്ട്.
ഐ ആം സോറി ഏതായിട്ടും നേരത്തെ നമ്മൾ പറഞ്ഞൊരു ഡയലോഗ് പറഞ്ഞ ആക്ടറാണ് ഈ ഡയലോഗും പറയുന്നത്. നേരത്തെ പറഞ്ഞ ആക്ടറാണ്. മീൻ ഓക്കെ പറഞ്ഞ ആക്ടർ അല്ലല്ലോ, ഞാൻ വെറുതെ പറഞ്ഞ പേരല്ലേ? എന്താ ഇത് അങ്ങനെയൊന്നും പറയില്ല, കാരണം ടാസ്ക് എടുക്കണം. ഐ ആം ദി സോറി അളിയാ. അയ്യോ സോറി ഐ ആം ദി സോറി അളിയാ. നമ്മുടെ ലൈഫിൽ അതാ പറഞ്ഞ ഇതെനിക്ക് അറിയാം, പക്ഷെ വരട്ടെ. ഐ ആം ദി സോറി അളിയാ. ടൈമർ വെക്കട്ടെ? ടൈമർ ഒന്നും വേണ്ട, പറ. സലീം കുമാർ തിളക്കം. ഓക്കെ, അപ്പൊ ഇത് ഞാൻ അങ്ങോട്ട് ശരിക്കും വേണോ? വേണോന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഓഫ് കോഴ്സ്, എന്നാലല്ലേ എനിക്കൊരു എന്റർടൈൻമെന്റ് അല്ലേ. ഇഷ്ടപ്പെട്ട ഒരു സിനിമ ആംഗ്യത്തിലൂടെ കാണിക്കുക. അതെനിക്കും കൂടെ ഉള്ള ടാസ്ക് ആണ്. സിമ്പിൾ ആയിട്ട് ഇഷ്ടപ്പെട്ട തന്നെ ആയിരിക്കണം, ചുമ്മാ സിമ്പിൾ സിനിമ എടുത്ത് കാണിക്കരുത്. ഇഷ്ടപ്പെട്ടത് കൊറേ അതെ, അതാണ് ഇഷ്ടപ്പെട്ട. കാണിക്കാൻ എളുപ്പമുള്ളത് കാണിക്കല്ലേ. എന്നെ മനസ്സിലാക്കിപ്പിക്കണം, പക്ഷെ ശരിയാക്കാം. ഓക്കെ, കാണിച്ചോളൂ. ഞാൻ മനസ്സിലായാലും പറയില്ല. ഓ ഹോ 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 ഹോ, ഇത് പറഞ്ഞില്ലെങ്കിലേ തിരിച്ചിട്ട് ഓടിക്കോളൂ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ പറ. മണി ചിത്രത്താഴ് വളരെ സിമ്പിൾ ആയി പോയി. ഓക്കെ, ഇഷ്ടപ്പെട്ട സിനിമ ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. ഓക്കെ, അടുത്ത ഡയലോഗ്. ഈസി ആയിട്ട് കാണിക്കാനുള്ളത് എടുത്തു. അത് വല്ലാത്തൊരു ചതിയായി കേട്ടോ. കൊറേ ഡംഷാർട്സ് കളിക്കുമ്പോ കൊറേ പേരുകളുണ്ട്, പറയാൻ കിട്ടാത്ത പേരുകളൊക്കെ പറഞ്ഞിട്ട്. ഞാനായിരുന്നു ഞാൻ തിരിച്ചങ്ങോട്ട് നല്ല ടഫ് വന്നത്. മേക്കപ്പ് കൂടുതലാണോ ചേട്ടാ? 1983 നമ്മുടെ ചേച്ചിയുടെ പേര്. അത് പറഞ്ഞില്ല, പേര് വരും, അത് അറിയാം, പെട്ടെന്ന് കിട്ടാത്ത. അയ്യോ പിന്നൊക്കെ ശ്രീ. അയ്യോ അതന്നെ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല. ശൃന്ദ. ടാസ്ക് എടുക്കാൻ അത്ര താല്പര്യമായിട്ടല്ല, ബോള് മാറിപ്പോയതാ. ഇപ്പൊ എത്ര എണ്ണമായി? ഇതില് കണക്ക്. അച്ഛനാണത്രേ, അച്ഛൻ. ഇതാണ് അതിന്റെ ടോൺ. സാധനം മനസ്സിലായി, പക്ഷെ അച്ഛനാണത്രേ, അച്ഛൻ. അത് രണ്ട് ഇതിലില്ലേ. ഇതില് ഇതേപോലെ ദിലീപേട്ടൻ പറഞ്ഞ സീൻ ഇതില്ലേ നമ്മുടെ ഇല്ല, ദിലീപേട്ടനില്ല. ആ പടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ ഒരു ഡയലോഗ്, പക്ഷെ അതല്ല. ഇനി ടൈമർ വെക്കും. അച്ഛനാണത്രേ, അച്ഛൻ. ഏറ്റവും ഐക്കോണിക് ഡയലോഗ്സാ ഞാൻ പറയാണ്ടിരിക്കണത്. ഇതിൽ കൂടുതൽ എന്ത് വേണോ നിങ്ങക്ക്? സുഖായില്ലേ? ഓക്കെ, അപ്പൊ ടാസ്ക് എടുക്കല്ലേ? ഇതില് ടാസ്ക് എടുക്കുന്നു, അടുത്തൊരു ഇതെടുക്കുന്നു, അതോടെ നമുക്ക് ഗെയിം അവസാനിപ്പിക്കാം. അപ്പൊ എത്ര തോറ്റു? പുതിയ സിനിമകൾ 1-2 സിനിമ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പുലിവാൽ കല്യാണം അല്ലേ? അച്ഛനാണത്രേ, അച്ഛൻ. ഓക്കെ, ടാസ്ക് എടുത്തോളൂ. ഇത് ഇനിയുള്ള ടാസ്ക് ഒക്കെ സിമ്പിൾ ആണെന്ന് തോന്നുന്നു. കൂട്ടം കൂടി കൂട്ടാൻ കൂടി. റെഡി. 5 പ്രാവശ്യം. നല്ല കോൺഫിഡൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ അല്ല, തെറ്റി. കോൺഫിഡൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതില് പോയി. അതെ. കൂട്ടം കൂടി കൂട്ടാൻ കൂടി. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി. അതെന്താ അർത്ഥം? കറി. അത് മനസ്സിലായി. കൂട്ടാൻ പറയാറുണ്ട്. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടിയാ. കൂട്ടാൻ നമ്മൾ കഴിക്കുന്ന. കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി. നാട്ടിലെ ഭാഷയെന്ന് എനിക്കറിയില്ല, പക്ഷെ കൂട്ടാൻ നമ്മൾ പറയും. നമ്മള് കറീനെ കൂട്ടാൻ എന്ന് പറയും. കൂട്ടാൻ കൂടി കൂട്ടാൻ കൂടി. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ 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 കൂടി. കൂട്ടാന്നൊക്കെ പുതിയ വാക്ക്. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി. കൂട്ടം കൂടി കൂട്ടാൻ കൂട്ടി കൂട്ടാൻ കൂട്ടാൻ കൂട്ടം കൂടി. ഒരു 4-5 പ്രാവശ്യം ഇപ്പൊ പറഞ്ഞു. മതിയില്ലേ?
ആ ആ ആ Okay. ഞാൻ എണ്ണം മറന്നുപോയി. ഓക്കെ, അപ്പൊ ലാസ്റ്റ് Last ഡയലോഗ് അല്ലേ? Okay. സൂക്ഷിച്ചെടുക്കാം. സിമ്പിൾ ആയിരിക്കും. പുതിയ സിനിമ ഏയ് നടേശ കൊല്ലണ്ട. അയ്യോ എന്നത് നടേശ കൊല്ലണ്ട ഒക്കെ എനിക്ക് അറിയാൻ പക്ഷെ ഒന്നും വരുന്നില്ല. ഓക്കെ, അപ്പൊ ടാസ്ക് എടുക്കാം. ഇല്ല ഓക്കെ, ആലോചിച്ചോ. നടേശ കൊല്ലണ്ട. നടേശ കൊല്ലണ്ട എനിക്കറിയാതെ. ഇതിനൊക്കെ ആലോചിക്കേണ്ട അവസ്ഥ വന്നാ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് ഞാനൊന്നും പറയുന്നില്ല. നടേശ കൊല്ലണ്ട. നടേശ കൊല്ലണ്ട. അറിയാം. അപ്പൊ പറയൂ. ഞാൻ ആദ്യമേ പറഞ്ഞു എനിക്ക് ഈ പറഞ്ഞ അത് ഇനി പറഞ്ഞിട്ട് കാര്യല്ല. ഓക്കെ, അപ്പം ആയുധം വെച്ച് കീഴടങ്ങുക. നടേശ ഇത് പറഞ്ഞില്ലേ മോശം ക്ലൂ തരൂ. എനിക്കതില് ബ്ലാങ്ക് ഇട്ട് കിട്ടണ്ട. ഇത് ഒരു 2 സീരീസ് ഓഫ് പടമുണ്ട്. ഇല്ലേ? ഉണ്ട്. ഫസ്റ്റ് ആണോ? രണ്ടാമത്തെ സെക്കൻഡ് വൺ ആ സീരീസിലെ ആണെന്ന് ഞാൻ അനുമാനിക്കുന്നു. അല്ലേ? യെസ്. ലാലേട്ടന്റെ പടം. ലാലേട്ടന്റെ 2 സെക്ഷൻ വന്ന പടം ഏതാ? ഇതിനേക്കാ ഭേദം ക്ലൂ ഇല്ലാണ്ടുള്ളതിന് മുമ്പ് കട്ട് ചെയ്ത് കളഞ്ഞാൽ ക്ലൂ തന്നിട്ട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അശ്ശേ. അപ്പൊ സീരിയസ്ലി ഇതൊന്നും ഇട്ട് തന്നെ അപമാനിക്കരുത്. അത് അപമാനിക്കരുത്. ഓക്കെ, അപ്പൊ ഞാൻ പറയാം. രാവണപ്രഭു. കരയണ്ട. അയ്യോ. ഓക്കെ, അപ്പൊ എന്തായാലും ഗെയിം ഇഷ്ടമായില്ലേ? ഇഷ്ടം. ഞാൻ അതേ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഗെയിം ഒന്നും പറ്റില്ല. ഞാൻ വിചാരിച്ചത് ഇതെല്ലാം ഞാൻ പറയുന്നില്ല. ഞാൻ പറയുന്നത് ഞാൻ ടാസ്ക് ഒക്കെ ഞാൻ എടുക്കേണ്ടി വരുന്നു. ഇതാണ് പ്രശ്നം, എനിക്ക് കിട്ടൂല. കുഴപ്പമില്ല. അപ്പം ഇനി പടങ്ങളൊക്കെ പോയി ഇരുന്ന് കാണാം. അല്ല ഇതൊന്നും അറിയാണ്ടല്ല, അതാ പ്രശ്നം. അറിയാത്ത സിനിമയാണെന്നുണ്ടെങ്കിൽ അല്ല അറിയാത്ത സിനിമ. സാധാരണ ഞാൻ കുറെ സിനിമകൾ കണ്ടിട്ടില്ല. അപ്പൊ പണ്ടത്തെ സിനിമകൾ കുറെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, നമ്മളെപ്പോഴും പറയില്ല ഇന്റർവ്യൂവിൽ പോയിരിക്കണതാ, ഇന്റർവ്യൂലൊക്കെ പോയി എന്തെങ്കിലും പറയുമ്പോ എനിക്കൊന്നും കിട്ടില്ലല്ലോ എന്ന് പറയാറുണ്ട്. ഇതൊക്കെ പറയുന്ന സംഭവങ്ങളാ, എന്നിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. സാരില്ല, ഇനി പതുക്കെ എയറിലേക്കൊക്കെ പോവാം. അതെ, എയറിലേക്ക് പോവാൻ സമയമായിരിക്കുന്നു. ഇതിലെന്റെ വലിയ പ്രശ്നം ഇപ്പൊ ഇന്റർവ്യൂവിന്റെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ മാത്രല്ല, ശരിക്കും പരീക്ഷ പഠിച്ചൊരു ജോലിക്ക് ഇന്റർവ്യൂ പോലെ അത് പോകാനും എനിക്ക് പേടിയാ. കാരണം എന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ബ്ലാങ്ക് ആണ്. അറിയുന്ന സംഭവങ്ങളായിരിക്കും, പഠിച്ച് ഇത്രയും മാർക്കൊക്കെ വാങ്ങിച്ചതായിരിക്കും, പക്ഷെ എനിക്ക് ഇന്റർവ്യൂവിന് പോകാൻ പേടിയാ. എനിക്ക് വീട്ടിലെത്തിയിട്ടായിരിക്കും അത് അങ്ങനെയായിരുന്നല്ലേ. അതടുത്തത് അത് മൊത്തത്തിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ പറയാൻ വരുമ്പോ ഇന്നത് പറയായിരുന്നു, ഇന്നത് അങ്ങനെ സംസാരിക്കായിരുന്നു, അത് വേറെ കാര്യം. ഇത് പറഞ്ഞത് അറ്റ്ലീസ്റ്റ് പഠിച്ച സംഭവങ്ങൾ കൃത്യമായിട്ട് അറിയുന്നത് എനിക്ക് വെർബലി കമ്മ്യൂണിക്കേറ്റ്. ഇന്റർവ്യൂവിന് പോയാലും ഇതന്നെ അവസ്ഥ. അതുകൊണ്ട് ഞാനിതൊരു ഇന്റർവ്യൂ അറ്റൻഡ് പോയിട്ടില്ലല്ലോ. ഞാനിതൊരു ഇന്റർവ്യൂ ഇതൊരു പ്രാക്ടീസ് ആയിക്കോട്ടെ. ഇനി ഇത് ട്രൈ ചെയ്യാം. അതെ അതെ അതെ. അല്ല, ഇങ്ങോട്ട് ചോദിച്ചിരുന്ന ഞാനിതൊന്നും പറയില്ല. ഇന്നലെ നോക്കിയതുകൊണ്ട് എന്നിട്ടും ഞാൻ തെറ്റിച്ചു. അല്ലെന്നേ, അത് വലിയ ടാസ്കാണ്. ഞാൻ ഇന്റർവ്യൂ നിർത്താൻ പോവാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ സംസാരിച്ച് ഇരുന്നതിനും ഗെയിമിനും ഒക്കെ നന്ദി. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. മതി.